കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട VVIPകൾക്ക് മാത്രം ആക്സസിബിലിറ്റി ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്ക് ഈ സന്ദർഭത്തിനും ഒക്കെ എത്രയോ ആണ്ടുകൾക്ക് വർഷങ്ങൾക്ക് പുറകിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ആദരിച്ചു കൊണ്ടുപോകുന്നു. അത് അങ്ങ് സൂചിപ്പിക്കുന്നത് പോലെ വേണമെങ്കിൽ ഒരു ബാലൻസിംഗിന് ചോദിക്കാം. ഈ പോറ്റി കേരളത്തിൽ മറ്റു നേതാക്കന്മാരുടെ കൂടെ നിന്ന് ചിത്രമില്ലേ? ഉണ്ട്. ഒരു ചിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല കോട്ടിംഗ് പ്രതിപക്ഷ നേതാവ് ഞാൻ ആരോപണം ഉന്നയിക്കുന്നത്. മറിച്ചത് എന്താണ്? ഈ സ്വീകാര്യതയും ഈ ആക്സസിബിലിറ്റിയും ഒക്കെ ഉണ്ടാകുന്നത് എത്രയോ കാലം മുമ്പ്. ആരാണ് ഗോവർദ്ധൻ എന്ന് നമുക്ക് അറിയുമായിരുന്നില്ല. ഗോവർദ്ധൻ നേരിട്ട് പോറ്റിയുടെ സംരക്ഷണയിൽ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികളുടെ കൂടെ നേതൃത്വത്തിൽ ഈ UPAയുടെ ചെയർപേഴ്സൺ ഉപകാരം കൊടുക്കുകയാണ്. കള്ളത്തരം ചെയ്തിട്ടുണ്ടോ എന്നും ഗോവർദ്ധൻ ആരാണെന്നും നമുക്ക് അറിയുമായിരുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെ അറിയാത്തൊരു സാഹചര്യത്തിൽ അവരുമായി കാണുന്നതിന് എങ്ങനെയാണ് നമുക്ക് ഇപ്പൊ കണക്ട് ചെയ്യാൻ കഴിയുക? അന്ന് അവർക്കും ഈ കണ്ടവർക്കും അറിയില്ല. ജയിക്കുന്നതിനെ പറഞ്ഞ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അല്ല, അവിടെയാണ് ഞാൻ പറയുന്നത് ഈ കാര്യങ്ങൾക്കകത്തൊക്കെയുള്ള ഇവർക്ക് ലഭ്യമായിട്ടുള്ള അപ്രഖ്യാപിതമായ ഒരു സ്വീകാര്യത അല്ലെങ്കിൽ അലിഖിതമായ ചോദ്യം ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള സ്വാധീന ശക്തി എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? എന്നിട്ട് ചോദ്യം പ്രധാനപ്പെട്ടതാണ്. ഞാൻ ചോദിക്കുന്നത്, അപ്പൊ പോറ്റി എന്താണെന്ന് നന്നായി അറിയാവുന്ന, പോറ്റിയുടെ കള്ളത്തരപ്പണി എന്താണെന്ന് നന്നായി അറിയാവുന്ന ഒരു ദേവസ്വം ബോർഡിന്റെ കാലത്ത് അതിന്റെ രണ്ട് പ്രധാനപ്പെട്ട ദേവസ്വം പ്രസിഡന്റുമാർ, ഒന്ന് വാസുവും പത്മകുമാറും, പോറ്റിയുമായി ബന്ധം എങ്ങനെയുണ്ടാക്കി? അവിടെ വർക്ക് ചെയ്ത സ്വാധീന ശക്തി എന്തായിരുന്നു? ഈശ്വര, ഇനി എന്ത് ചെയ്യും? അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന SITയുടെ അന്വേഷണ സമക്ഷം ഇരിക്കുന്ന, അതോടൊപ്പം ഈ കേസ് സംബന്ധമായിട്ടും അന്വേഷണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാധ്യമ ചർച്ചകൾക്കും മാധ്യമ വാർത്തകൾക്കും വിട്ടുകൊടുക്കരുത് എന്ന് കോടതി നിർദ്ദേശമുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഇവർക്കെതിരെ ഒരു പാർട്ടി എന്ന നിലയിൽ അങ്ങേക്ക് ബോധ്യപ്പെടുന്ന ഉത്തരം പറയാൻ എനിക്ക് എന്തായാലും കഴിയില്ലല്ലോ. എനിക്ക് ബോധ്യമാകുന്ന എന്റെ ബോധ്യങ്ങൾ എന്നുള്ള മറുപടി പറയാനല്ലേ എനിക്ക്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായിട്ട്.